1201 ആണ്ട് കർക്കിടക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/7/2026 മുതൽ 16/8/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. അതായത് ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ കിട്ടുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ദമ്പതിമാർ ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ധനസമൃദ്ധി പല വഴികളിലൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ ധനസമ്പാദനം നേടാവുന്നതാണ്. അതുപോലെ കാര്യസാധ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം പിന്നെ ഗവൺമെന്റ് ഓഫീസിൽ നിന്നായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും ആ നടന്നു കിട്ടുന്നതിന് വേണ്ടിയുള്ള ആ ഒരു അലച്ചില് മാറിക്കിട്ടുന്നു. ഈ മാസത്തില് അതെല്ലാം മാറിക്കിട്ടുന്നു. വളരെ ദൂരെ യാത്ര ചെയ്യേണ്ടിയിരുന്നത് അത് വേണ്ടാന്ന് വെക്കുന്നു. എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വേണ്ടാന്ന് വെക്കുന്നു. ജീവിതത്തിൽ ആകെ ഒരു പുരോഗതിയും ഒരു ഐശ്വര്യവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നു. ധാരാളം കടങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കുറച്ചെങ്കിലും വീട്ടിൽ തീർക്കുവാനായിട്ട് സാധിക്കുന്നു. അസൂയാലുക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നുമുള്ള ശല്യങ്ങൾ കുറയുന്നു. അതുപോലെ തന്നെ ബന്ധുക്കൾ നിങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ അവരിൽ നിന്ന് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഒപ്പം മിത്രങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കാം. ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലർക്ക് ചില അത്യാവശ്യത്തിനായി നാട്ടിൽ തിരിച്ചെത്തേണ്ട കാര്യമുണ്ട്. വിദേശത്തായിരിക്കാം, നാട്ടിൽ തിരിച്ചെത്തേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടാകാം. പക്ഷെ അതിനവർക്ക് സാധിക്കാതെ വരാൻ, ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത പല തടസ്സങ്ങളും ഉണ്ടാകാൻ ഒരു കാരണം കാണുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ബന്ധുവിന്റെ ഒരു വിയോഗം, വളരെ പ്രായം ചെന്ന ഒരു ബന്ധുവിന്റെ വിയോഗം വരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില ചതികളിൽപ്പെട്ട് പരാജയങ്ങളായി പലതും അനുഭവിക്കേണ്ട ഒരു സമയവും കൂടിയാണിത്. ചില ശുഭകർമ്മങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതിന് മാത്രമല്ല ചിലതിനൊക്കെ തടസ്സവും കാണുന്നുണ്ട്. ഇനി ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 6 വയസ്സ് വരെയുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് വയറ് സംബന്ധിച്ച് ചില അസുഖങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ വിഷ സംബന്ധമായ, അതായത് എന്തെങ്കിലും രീതിയിൽ ഫുഡ് പോയ്സൺ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ ചില നല്ല കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിന് ഒരു സമയമാണ്. ധനം വരാം, വീട് ഭൂമിയൊക്കെ വരാം. അതായത് വസ്തുവകകൾ, കുടുംബ വസ്തുവകകൾ ഭാഗം വെച്ചൊരു വിഹിതം കിട്ടുന്നതിന് ഒരു യോഗം കാണുന്നുണ്ട്. ചിലർ മാതാപിതാക്കൾ സഹിതം ഈ ദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി സ്ഥിരതാമസമാക്കുന്നതിനും ഒരു യോഗമുണ്ട്. ചിലർക്ക് ചില കുട്ടികൾ തന്നെ കലാരംഗത്ത് അവർക്ക് കൊച്ചിലെ തന്നെ അവർ അതിനുള്ള കഴിവുകൾ അവര് പ്രകടിപ്പിക്കുന്നു. കലാരംഗ സംഗീതത്തിലായിരുന്നാലും അങ്ങനെയൊക്കെയുള്ള ഡാൻസിലായിരുന്നാലും ഒക്കെ ഉള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നു. അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ആയുധങ്ങളിൽ നിന്ന് മുറിവേക്കാൻ സാധ്യതയുണ്ടതിനാൽ ഈ കുട്ടികളിൽ നിന്ന് ആയുധങ്ങൾ കുറച്ച് അകലെ വയ്ക്കുന്നത് നല്ലതായിരിക്കും. സർക്കാരിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ചില രോഗങ്ങൾ ഉണ്ടാകാം. അത് കൂടുതലും പിത്ത സംബന്ധമായ രോഗങ്ങളാണ് വരുന്നത്. 6 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് ചില ഫുഡ് പോയ്സൺ വരാനുള്ള സാധ്യത ഇവിടെയും കാണുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചിലർക്ക് ചില ആഹാര സാധനങ്ങളിൽ നിന്ന് അലർജി ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. അത് കണ്ടുപിടിച്ച് മാറ്റിയാൽ മതി. ഇവിടെ കൂടുതലും കാണുന്നത് പാലും പാൽ ഉൽപ്പന്നങ്ങളാണ് വരാനായിട്ടൊരു സാധ്യത. അതുപോലെ സോപ്പിൽ നിന്നും അലർജി വരുന്നതിനൊരു സാധ്യതയുണ്ട്. ചില ചിത്ര നക്ഷത്രക്കാർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. അലർജിയും മറ്റുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവാതെ ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാകും. എന്തൊക്കെയായാലും വിദ്യാഭ്യാസം ഇവർക്ക് തുടങ്ങുവാനും അത് തുടർന്നു പോകുന്നതിനും അവർക്ക് സാധിക്കുന്നു. ഭാഗ്യമുണ്ട്. ചിലർ കലാപരമായിട്ടുള്ള പ്രത്യേക വിദ്യാഭ്യാസത്തിലേക്ക് തിരിയുന്നതിനും ഇവിടെയും യോഗമുണ്ട്. അതിലും അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകൾ തെളിയിക്കാനുള്ള ഭാഗ്യം കാണുന്നു. ചിലർക്ക് അന്യദേശവാസം കാണുന്നു. അതായത് ഇന്ത്യ വിട്ട് വിദേശത്തേക്ക് പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അച്ഛനമ്മമാർ സഹിതം, അല്ലാതെയും പോകാം. അതുപോലെ തന്നെ ജോലിക്കായിട്ട് ചിലർ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് നല്ല ജോലി കിട്ടുകയും അത് സംബന്ധിച്ച് വിദേശത്തേക്ക് പോകുന്നതിനും ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ഇവർ എന്തായിരുന്നാലും തൊഴിലിൽ ഇവർക്ക് ജോലിയിൽ കയറിയവർക്ക് വളരെ ഉയർച്ച ലഭിക്കുന്ന ഒരു സമയമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് മോഷ്ടാക്കളിൽ നിന്നും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ചില വിലപ്പെട്ട രേഖകളും വസ്തുക്കളൊക്കെ മോഷ്ടിക്കപ്പെടാൻ ഒരു സാധ്യത ഈ സമയം കാണുന്നതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ കൃഷിക്കാർക്ക് ചില കാർഷിക മേഖലയിലുള്ളവർക്ക് ചില നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. കൂടുതലും ജലത്തിൽ നിന്നുള്ള നാശനഷ്ടങ്ങളാണ് വരുന്നത്.
24 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. ചിലര് വേറിട്ട ഒരു വിദ്യാഭ്യാസം, അതായത് കലകളില് ഉള്ള വിദ്യാഭ്യാസമോ അതല്ലെങ്കിൽ സാങ്കേതിക രംഗങ്ങളിലുള്ള വിദ്യാഭ്യാസമോ അവർക്ക് ലഭിക്കാം. അതുപോലെ മികച്ച തൊഴിൽ അവർക്ക് ലഭിക്കുന്നു. സ്വന്തമായി ഒരു ഭവനം ഉണ്ടാക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും ഇവർക്ക് ഈ സമയം യോഗം കാണുന്നുണ്ട്. അതുപോലെ ഈ സമയം സർവ്വവിധ ഐശ്വര്യങ്ങളും നേടാനായിട്ട് ഇവർക്ക് സാധിക്കുന്ന ഒരു യോഗമാണ്. അധികാര സ്ഥാനത്ത് നിന്നും പല രീതിയിലുള്ള നേട്ടങ്ങളും ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കാം, സഹായങ്ങളും ലഭിക്കാം. വിവാഹം കഴിക്കാനും സന്താന ഭാഗ്യം ഉണ്ടാകാനും ഈ സമയം യോഗം കാണുന്നുണ്ട്. അതുപോലെ മികച്ച സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപം നടത്തുന്നതിനും യോഗമുണ്ട്. ചിലർക്ക് ഉന്നത അധികാരമുള്ള പദവി ലഭിക്കുന്നതിനും യോഗം കാണുന്നുണ്ട്. ന്യായമായ മാർഗത്തിലൂടെ തന്നെ ധനം സമ്പാദിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ധാരാളം സന്തോഷകരമായ അനുഭവങ്ങൾ കുടുംബത്തിൽ നടക്കാം. ചിലർ ദുർനടപടികളുമായി നടന്ന് മദ്യപാനവും മറ്റുമായി നശിക്കുന്നതായും കാണുന്നുണ്ട്. 40 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് അവർക്ക് വാദസംബന്ധമായ ഒരു അസുഖം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ചികിത്സ വേണ്ടി വന്നേക്കാം. സ്വന്തം വീട്ടിൽ നിന്നോ സ്വന്തം നാട്ടിൽ നിന്നോ വേറെ ദേശത്തേക്ക് മാറി താമസിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. ശത്രുക്കളിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചതിവിലും വഞ്ചനയിലും പെടാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഏത് കാര്യം ചെയ്താലും അതിലൊരു പ്രത്യേക നിങ്ങളുടേതായിട്ടുള്ള ശ്രദ്ധ അത്യാവശ്യമാണ്. അത് എവിടെ കൂടിയാണ് ഒരു ചതി വരുന്നതെന്ന് അറിയാൻ സാധിക്കുന്നില്ലാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജോലി സംബന്ധിച്ച കാര്യങ്ങളും മറ്റെല്ലാം വളരെ ജാഗ്രതയായി ചെയ്യുക. മറ്റുള്ളവരെ ഏൽപ്പിക്കാണ്ടിരിക്കുക. ധാരാളം ധനലാഭവും സമ്പാദ്യവും ഉണ്ടാകേണ്ട സമയമാണ്. നിങ്ങൾ അശ്രദ്ധ കാണിച്ചാൽ ധാരാളം നഷ്ടവും വരാം. ചിലർക്ക് മേലധികാരികളുടെ ഈ അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ മേലധികാരികളുടെ കോപത്തിനിരയാകുന്നതിനും സാധ്യതയുണ്ട്. ഈ സമയം നിങ്ങൾ ശത്രു സംഹാര പൂജകൾ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. ചിലർക്ക് തന്നേക്കാൾ ഏറെ പ്രായമുള്ള ഇണയെ വിവാഹം കഴിക്കേണ്ടതായിട്ടും വന്നേക്കാം. ചിലർക്ക് ഈ സമയം ഒരു രണ്ടാം വിവാഹം കാണുന്നുണ്ട്. അത് പ്രായം കൂടിയ ഒരു ഇണയായിരിക്കാം. 59 വയസ്സ് മുതൽ 76 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച കുറെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കുറെ ടെൻഷനൊക്കെ ഈ സമയം അവർക്ക് മാറിക്കിട്ടുന്നു. വിദ്യയുടെ കീഴിൽ അവർക്ക് ആ വിദ്യാഭ്യാസത്തിനനുസരിച്ച് അവർക്ക് ഇവിടെയും മികച്ച ധനസമ്പാദനം നടത്താനുള്ള ഒരു യോഗമുണ്ട്. ഏത് രംഗത്തായാലും ഇവർക്ക് ഉത്സാഹപൂർണമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് ഇവർക്ക് ഒരു കഴിവ് ഇവർക്കുണ്ടാകുന്നു. ഇഷ്ടപ്പെട്ട വാഹനവും വീടും സ്വന്തമാക്കാനും ഈ സമയത്തും ഇവർക്ക് യോഗം കാണുന്നുണ്ട്. ചിലർക്ക് ചില പ്രത്യേക പദവിയുള്ള താൽക്കാലികമായിട്ട് അധികാരമുള്ള നല്ലൊരു ജോലി ലഭിക്കുന്നതിനും ഇവർക്ക് ഒരു യോഗമുണ്ട്. അതുപോലെ ചിലർക്ക് അവാർഡുകൾ ലഭിക്കുന്നതിനും ഒരു യോഗം കാണുന്നു. ഉദര രോഗമോ ത്വക്ക് രോഗമോ ഉണ്ടാകാം ചിലർക്ക്. എന്നാലും ഈശ്വര കടാക്ഷം ഇവർക്കുണ്ടാകുന്നു. ഉറ്റ ബന്ധുക്കളുടെ വേർപാടുണ്ടാകുന്നു. മോഷ്ടാക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാം. ശ്രദ്ധിച്ചാൽ ഈ ശല്യങ്ങളൊക്കെ കുറെ തടയുവാനായിട്ട് സാധിക്കുന്നതാണ്. 76 വയസ്സിന് മുകളിലോട്ടുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാം. അതുപോലെ വിശ്വാസവഞ്ചന നടക്കാൻ സാധ്യതയുള്ളതിനാല് വളരെയധികം ശ്രദ്ധിക്കുക. കേസുകൾ നടത്തുന്നത് പുതിയതായിട്ട് തുടങ്ങുന്നത് ഈ സമയം ഒരു യോജിച്ചതല്ല. അതേസമയം നിലവിൽ കേസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ജയിക്കുന്നതാണ്. ചിലർക്ക് ജ്വരം പോലുള്ള പനികൾ പിടിക്കുന്നതിന് സാധ്യതയുണ്ട്. ഇവിടെയും ഈ ഇത്രയും പ്രായമുണ്ടെങ്കിലും വിദ്യ കൊണ്ട് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു യോഗവും കൂടി അവർക്കുണ്ട്. യന്ത്ര സാമഗ്രികൾ, വാഹനങ്ങൾ എന്നിവ വളരെ ശ്രദ്ധയോടെ വേണം ഉപയോഗിക്കാനായിട്ട്. ചില അപകട സാധ്യതകൾ കാണുന്നുണ്ട്. ചിലർക്ക് അന്യദേശത്തേക്ക് പോയി വീണ്ടും അവിടെ താമസിക്കുന്നതിന് ഒരു യോഗമുണ്ട്. ഇവിടെ ഞാൻ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. ഇവിടെ ആദിത്യ ഗുരു യോഗം നടക്കുന്നതിനാൽ അറിവ് സമ്പാദിക്കാൻ ശ്രമിക്കുന്നവർക്ക് വളരെ നല്ല ഒരു സമയമാണ്. നേതൃത്വ പാഠം, അതായത് നേതാവായിട്ട് ഒക്കെ വരുന്നതിലേക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനും നല്ലൊരു സമയമാണ്. നിങ്ങളുടെ ആഗ്രഹത്തെ സാക്ഷാത്കരിക്കുന്നതിന് ബുദ്ധിപൂർവ്വം ആലോചിക്കേണ്ട ഒരു സമയവും കൂടിയാണിത്. ചില വ്യക്തികളെ മാന്യന്മാരായ നേതാക്കളാക്കി തിരഞ്ഞെടുക്കുന്ന ഒരു സമയവും കൂടിയാണിത്. മികച്ച ഒരു ധാർമ്മിക ബോധം ഉണ്ടാകുന്നു. ചന്ദ്രനും ശുക്രനും കേതുവും കൂടി ഒരു രാശിയിൽ വരുന്നതിനാൽ ആത്മീയതയിലെ ചില ആശയക്കുഴപ്പങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. മതഗ്രന്ഥങ്ങളിലും ദൈവിക വിശ്വാസത്തിലും ചില സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകാം. ദൈവം ഉണ്ടോ എന്നും മതഗ്രന്ഥങ്ങളിൽ പറയുന്നത് തെറ്റോ ശരിയോ എന്നുമുള്ള ഒരു ആശയക്കുഴപ്പം നിലനിൽക്കാം. ബന്ധങ്ങളിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്നതായിട്ടും ചിലരെ കാണുന്നുണ്ട്. കേതു ശുക്ര യോഗത്തിനാൽ
ഈ ബന്ധങ്ങളിലെല്ലാം തെറ്റിദ്ധാരണ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതിന് സംശയമുണ്ടാകാം, പരസ്പരം ഒരു വിശ്വാസമില്ലായ്മ എല്ലാ ബന്ധങ്ങളിലും വരാം. അതുപോലെ ഒരിക്കലും നടക്കാത്ത, യാഥാർത്ഥ്യമാകാത്ത, യുക്തിപൂർവം ചിന്തിച്ചാൽ പോലും സാധിക്കാത്ത ചില കാര്യങ്ങൾ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ ചിലർ കാത്തിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. വ്യക്തിപരമായ ബന്ധങ്ങളിൽ പോലും വിള്ളലുകൾ ഏൽക്കാം. ആത്മീയതയിൽ നിന്ന് ഭക്തജനങ്ങൾ അകന്നു പോകുന്നു. ആഡംബരത്തിന് വേണ്ടി ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടുകയോ കൊള്ളയടിക്കുകയോ ചെയ്യാം. പുണ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ, അതായത് മതഗ്രന്ഥങ്ങൾ ചില കപട ആചാര്യന്മാർ മോശമായി ദുർവ്യാഖ്യാനം നടത്തുന്നതിനാല് ഭക്തജനങ്ങളിൽ ആകെ ഒരു ഭക്തിയിൽ അവർക്ക് ഒരു സംശയം, അതായത് കൺഫ്യൂഷൻ ഉണ്ടാകാം, ആശയക്കുഴപ്പം ഉണ്ടാകാം. ഏതായാലും ഭക്തജനങ്ങൾക്ക് അത്ര ഒരു നല്ല സമയമല്ല. നിങ്ങൾക്ക് ഉള്ള വാസ്തുപരമായോ പൂജപരമായോ ജ്യോതിഷപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന കർക്കിടക മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.